പിന്നെ പലരും ചോദിക്കാറുണ്ട്, നമ്മുടെ നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ ആയി പോകുന്ന വസ്ത്രമിട്ട് ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലയോ? നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമുക്കൊരു മുത്തഖിയായ അഖ്റഉഹും ലികിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ് ഏറ്റവും ഫിഖ്ഹുള്ള ആൾ, ആ അഖ്റഇന്റെ അർത്ഥവും അതാണ്, ഏറ്റവും കൂടുതൽ ദീനിന്റെ ഫിഖ്ഹ് മനസ്സിലാക്കിയ ഒരാളാണ് ഇമാം നിൽക്കേണ്ടത്. അതൊന്ന്. മസ്അല അറിയുന്ന ആള്, ഖുർആൻ ഓതാൻ അറിയുന്നവർ, ഖുർആന്റെ മസ്അല അറിയുന്ന ആള്, അഹ്കാമുകൾ പഠിച്ചിട്ടുള്ള ആളാണ് നിൽക്കേണ്ടത്. പക്ഷെ സ്വാഭാവികമായും പ്രത്യേകിച്ചൊക്കെ നമ്മളെ സിറ്റികളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ചില പള്ളികളിലൊക്കെ പലരും കയറി ഇമാമ് നിൽക്കും. ഒന്നാമത്തെ ജമാഅത്ത് കഴിഞ്ഞാൽ 2, 3, 4, 5 ജമാഅത്തുകൾ അങ്ങനെ നടക്കും. മഗ്രിബിനും ഇശാഇനും ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പോ നിസ്കാരം ബാത്തിലാവുന്ന ഒരു അവസ്ഥ ഇമാമിനുണ്ടെങ്കിൽ അവരെ നിങ്ങൾ തുടരാൻ പാടില്ല. നിസ്കാരം മുറിയുന്ന ഒരു കാര്യം ഇമാമ് ചെയ്താൽ അവരോടുകൂടെ ജമാഅത്ത് തുടരുന്നത് നമ്മുടെ നിസ്കാരം ബാത്തിലാവും, നമ്മുടെ ജമാഅത്ത് നഷ്ടപ്പെടുകയും ചെയ്യും. അല്ലാത്ത സ്ഥിതിക്ക് ഇപ്പൊ തുണി നെരിയാണിക്ക് താഴെ വീഴുന്നത് അല്ലെങ്കിൽ താഴെ ഉടുക്കുന്നത് ഹറാമായ കുറ്റകരമായ ഒരു കാര്യമാണ്. അതിന് കുറ്റമുണ്ടാവും. പക്ഷെ നിസ്കാരം ബാത്തിലാവോ? നിസ്കാരം ബാത്തിലാവില്ല. നിസ്കാരം ബാത്തിലല്ല. അതുകൊണ്ട് നമുക്ക് അയാൾ തുടരുന്നതിന് എന്തില്ല? വിരോധമില്ല. ഇപ്പൊ ഒരാളൊരു കുപ്പായം ഒരാൾ തട്ടിപ്പറിച്ചെടുത്ത ഒരു ഷർട്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിൽ നിന്ന് പൈസ കൊടുക്കാതെ കൊണ്ടുവന്ന ഷർട്ടാണ്, അങ്ങനെ പറയാം. തട്ടിപ്പറിച്ചെടുക്കുന്ന ആൾക്ക് സംഭവിക്കുമെന്ന, ബില്ല് കൊടുക്കാതെ മുങ്ങിപ്പോകുന്നതാണ്. ആ ഷർട്ട് ഇട്ടിട്ടാവും നിസ്കരിക്കാൻ നിൽക്കുന്നത്. ആ ഷർട്ട് ഹറാമല്ലേ? ആണ്. പക്ഷെ അവന്റെ നിസ്കാരം സ്വഹീഹാണോ? നിസ്കാരം സ്വഹീഹാ. പക്ഷെ കുപ്പായത്തെ പറ്റി ചോദ്യം വേറുണ്ട്. നിസ്കരിച്ചോ ഇല്ലേ എന്നുള്ള ചോദിക്കൂല. നിസ്കരിച്ചിട്ടുണ്ടല്ലോ. കുപ്പായ എന്തേ നീ എന്തേ പൈസ കൊടുക്കാതെ പോകുന്നത്? അതിനെപ്പറ്റി ചോദ്യം ഉണ്ടാവും. അപ്പോ നിസ്കാരം ബാത്തിലാവാത്ത വിഷയങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് തുടരുന്നതിന് വിരോധമല്ല. അതുമാത്രമല്ല, സല്ലു ഖൽഫ കുല്ലി ബർരിൻ വഫാജിരിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. നിങ്ങൾ നല്ല ആളുകളുടെയും അല്ലാത്ത ആളുകളുടെയും പിന്നിൽ നിസ്കരിച്ചോളി. എന്തിനെന്നറിയോ? നിങ്ങൾ തമ്മിൽ ഗ്രൂപ്പില്ലാതിരിക്കാൻ. സല്ലു ഖൽഫ കുല്ലി ബർരിൻ വഫാജിരിൻ. ഒരാളുടെ ഇമാമ് നിൽക്കുമ്പോ ഒരു പക്ഷേ അവൻ കള്ളുകുടിക്കുന്ന ആളാണ്. നിസ്കാരത്തെ കുടിച്ചിട്ടുണ്ടോ? ഇല്ല. മുമ്പ് കള്ളുകുടിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാ. പക്ഷെ ഇപ്പൊ അയാൾ കള്ളുകുടിയാനല്ല. ആ നിസ്കാരം സ്വഹീഹല്ലേ? ആണ്. പക്ഷെ അവൻ കള്ളുകുടിയാനാ. ഞാനാണ് അവനെക്കാണ് ഉഷാർ, ഞാൻ വേറെ ജമാഅത്തോടെ തുടങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ശത്രുതയും വിഘടനവും വന്നു. ആളുകളുടെ മനസ്സ് നിങ്ങൾ തെറ്റിച്ചു. അത് വേണ്ട. ഇയാളെ ഇമാമ് നിർത്തരുത്, ഇമാമായിട്ട് നിശ്ചയിക്കരുത്. പക്ഷെ എങ്ങാനും ഒരു ജമാഅത്ത് നടന്നപ്പോ ഇയാളെ ഇമാമായി കയറുന്ന അല്ലാഹു അക്ബർ കെട്ടിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തുടർന്നേക്കണം. നിങ്ങൾക്ക് ജമാഅത്തിന്റെ കൂലി അല്ലാഹു തരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഈ വിഘടന. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നാട്ടിലൊക്കെ സംഘടനകളൊക്കെ പള്ളി ഉണ്ടാക്കിയാലേ ഖിയാമത്ത് നാൾ വരെ യോജിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ വരും. ഇവിടെ റോഡിന്റെ ഇപ്പുറത്തൊരു ജമാഅത്ത് പള്ളി, അതുപോലെ നമ്മളെ നേതാക്കന്മാർക്ക് വരാൻ നിസ്കരിക്കാൻ പള്ളിയില്ലല്ലോ, നമ്മളൊന്ന് തുടങ്ങി അപ്പുറത്ത് അറബികൾ ഇഷ്ടം പോലെ കൊണ്ടുവരാൻ പറ്റും. അവർ പള്ളിയിൽ തുടങ്ങി അപ്പുറത്തൊരു ജുമ ഇപ്പുറത്തൊരു ജുമ. ബാത്തിലല്ലേ അത്? ഒരു നാട്ടിലൊരു മഹല്ലിൽ ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ സ്ഥലമുണ്ടായിരിക്കെ ഒരു ജുമയല്ലേ പറ്റുള്ളൂ. അതിന് സംശയമില്ല. നമ്മൾ ഇനി എങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനെ ഒരു ജുമ അവിടെ സ്ഥാപിച്ചു എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ജുമ ബാത്തിലാണ്. അവിടെ ജുമ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല. ഒരു സംശയവുമില്ല. എങ്ങാനും ഒരു കാലത്ത് യോജിക്കേണ്ടി വന്നാൽ ജുമ പള്ളിയിൽ ജുമ തന്നെ നടക്കണ്ടേ? ആ പള്ളി പൊളിച്ചുകളയാൻ പറ്റുമോ? അവിടെ വാങ്ക് കൊടുക്കേണ്ടി വരില്ലേ? ഒരു ആവശ്യമില്ലാതെയാണ് അവിടെ വാങ്ക് വിളിക്കുന്നത്. ഒരു ആവശ്യമില്ലാതെയാണ് ആ പള്ളി അവിടെ ഉണ്ടാക്കിയത്. മുസ്ലിമീങ്ങൾക്ക് വിവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ യോജിച്ചു പോവാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മൾ കണക്കിലെടുത്ത് നമ്മുടെ ഇത്തരത്തിലുള്ള വിഘടനത്തിനുള്ള വഴികളെ അടച്ചു വെക്കണമെന്നാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം, സല്ലു ഖൽഫ കുല്ലി ബർരിൻ വഫാജിരിൻ. മോശപ്പെട്ട ആളാണോ നല്ലവനാണോ, നമ്മൾ പിന്നെ അഖീദ, അവന്റെ മറ്റു വിഷയങ്ങൾ, അത് ഇത് നമ്മൾ ഉള്ളിലേക്ക് ചുഴിഞ്ഞ് അന്വേഷിക്കേണ്ട. പ്രത്യക്ഷത്തിൽ അവന്റെ നിസ്കാരം സ്വഹീഹാവുന്നുണ്ടോ, സ്വലാത്തിൽ അവന്റെ അഹ്കാമുകളും ശുറൂത്തും ഫർദുകളും കാര്യങ്ങളൊക്കെ പാലിക്കുന്ന ആളാണ്, നിങ്ങൾ നിസ്കരിച്ചേക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഖിറാഅത്ത് തെറ്റുന്ന ആളുകൾ, ഖിറാഅത്ത് ഓതാൻ അറിയാത്ത ആളുകൾ. ഷാഫിഈ മദ്ഹബ് പ്രകാരം ഫാത്തിഹയിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞത് ഫാത്തിഹയിലെ ആയത്താണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെയുള്ള വിഷയം അതാണ്. ഷാഫിഈ മദ്ഹബിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, മൾട്ടിപ്പിൾ മദ്ഹബൊന്നും നമ്മുടെ നാട്ടിലില്ല, ഇവിടത്തെ പോലെയല്ല. അതുകൊണ്ടാണ് നമ്മൾ ബിസ്മി ഓതാതിരിക്കുന്ന ആളുകളുടെ പിന്നിൽ നമ്മൾ നിസ്കരിക്കേണ്ട എന്ന് പറയാൻ കാരണം ബിസ്മി ഓതൽ ഫർളാണ്. ബിസ്മി ഫാത്തിഹയുടെ ഭാഗമാണ്. ബിസ്മി ഇവിടെ പോലും ഓതാത്ത ആളുകൾ മെല്ലെങ്കിലും ബിസ്മി ചൊല്ലിയിട്ടാണ് ഇമാം ഓതേണ്ടതെന്നാണ്. മെല്ലെ പറഞ്ഞിട്ട് അൽഹംദു ഉറക്കെ. നമ്മളെ നാട്ടിൽ തുടങ്ങണത് തന്നെ അൽഹംദു മുതലാണ്.
അപ്പോ മദ്ഹബിന്റെ നിയമങ്ങളെ അല്ലെങ്കിൽ മദ്ഹബിന്റെ കാഴ്ചപ്പാടുകളെ മനസ്സിലാക്കാതെ, മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഫിഖ്, അത് മനസ്സിലാക്കാതെ നിസ്കരിക്കുന്ന ആളുകൾ വരുമ്പോൾ നിസ്കാരം ബാത്തിലാകുന്ന വിഷയം വന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ അത് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം. ഇവിടെ ഹനഫി മദ്ഹബിലോ മറ്റു മാലിക്കി മദ്ഹബിലോ നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അൽഹംദു മുതൽ നേരെ അവർ തുടങ്ങിയാലും നിസ്കാരം സ്വഹീഹാണ്. ഇവിടെ അത് ബാധകമല്ല. കാരണം ഒരുപാട് മദ്ഹബ് മിക്സ്ചറായി ജീവിക്കുന്ന പ്രദേശങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഉലമാ അതിൽ ഇളവുണ്ട് എന്ന് പറയാൻ കാരണം. ഫാത്തിഹ ഓതുന്ന സമയത്ത് മഖ്റജ് ശരിയില്ലാത്ത ആളുകൾ, തജ്വീദ് ഇല്ലാത്ത ആളുകൾ, ഫാത്തിഹ തന്നെ തെറ്റുന്നുണ്ട്, അങ്ങനത്തെ ആളുകളുടെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റൂല. നിസ്കാരം ബാത്തിലാവുന്ന എന്തെങ്കിലും കാര്യം ഇമാമ് ചെയ്യുന്നുണ്ടോ അവരുടെ പിന്നിലുള്ള നിസ്കാരം ബാത്തിലാണ്. അല്ലാത്ത സ്ഥിതിയിൽ ഇൻഷാ അള്ളാഹു ആ നിസ്കാരം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. അല്ലാഹു അലം. പിന്നെ ഇവിടെ ഒരു ചോദ്യം വന്നു, സുബ്ഹിക്ക് കോഴി കൂവുന്നത് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. കോഴി കൂവുന്നതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അത് തസ്ബീഹാണെന്നും അത് അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുകയാണെന്നും എന്ന് ഹദീസിൽ, അതുപോലെ തന്നെ ഈ തവളയുടെ ശബ്ദം ഒക്കെ തസ്ബീഹുകളാണെന്ന് വന്നിട്ടുണ്ട്. സുബഹിന്റെ വാങ്ക് കോഴിന്റെ കൂവലാണെന്ന് വന്നിട്ടില്ല. കോഴി കൂവുന്നതിന് മുമ്പ് തന്നെ വാങ്ക് കൊടുത്തിരിക്കും. അപ്പൊ കോഴി കൂവുന്നതിന് സുബഹിന്റെ വാങ്കാണെന്ന് വിചാരിക്കേണ്ട.